ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരുപാട് അമ്മമാരുടെ ഒരു പരാതിയാണ് കുട്ടികൾക്ക് തീരെ വണ്ണമില്ല, മെലിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. 8 മാസം പൂർത്തിയായി കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വെയിറ്റ് ഗെയിൻ ഫുഡാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. 6 മാസം കഴിഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള കുറുക്കുകളൊക്കെ അവർക്ക് കൊടുക്കാറുണ്ട്. ഞാൻ ഇന്ന് പറയുന്നത് ഏതു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം. ഇത്തിരി വലിയ കുട്ടികൾക്കാണെങ്കിലും കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതുണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആപ്പിൾ, ഏത്തപ്പഴം, ബദാം, കുറച്ച് പാല്. ഞാനിവിടെ 5 ബദാമാണ് കുറച്ച് പാല് കുതിർത്ത് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാൽ കൂടി വേണം. ഞാനിവിടെ ഹാഫ് ഏത്തപ്പഴവും അത്രയും തന്നെ ഹാഫ് ആപ്പിളുമാണ് എടുത്തിരിക്കുന്നത്. ബേബി ഫുഡ് എപ്പോഴും ഫ്രഷായിട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അത് ചൂടാക്കി കൊടുക്കുന്ന പരിപാടി ഒട്ടും നല്ലതല്ല. ഇപ്പോൾ ബദാം ഒന്ന് ആദ്യം അരച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിൽ നമുക്ക് അരച്ചെടുക്കാം. ഒരല്പം പാൽ ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഏത്തപ്പഴവും ആപ്പിളും ആവിയിൽ പുഴുങ്ങിയെടുക്കുക. ഇപ്പോൾ ആപ്പിൾ ഇല്ലെങ്കിൽ ഏത്തപ്പഴം മാത്രം ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം. ഏത്തപ്പഴത്തിൻ്റെ ഉള്ളിലെ കുരു പോലെയുള്ള ഒരു ഭാഗം കാണുന്നില്ലേ, അത് നമ്മൾ നീക്കിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് ദഹനക്കുറവ് വരാതിരിക്കാനായിട്ട് ആ രീതിയിൽ ചെയ്യുന്നതാണ് ഉത്തമം. ബദാം അരച്ചു വെച്ചിരിക്കുന്നതിലേക്ക് ഏത്തപ്പഴവും ആപ്പിളിൻ്റെ കഷ്ണങ്ങളും ആവശ്യത്തിന് പാലും കൂടിയിട്ട് ഒന്നുകൂടി മിക്സിയിൽ അടിച്ചെടുക്കണം. പാലിൻ്റെ അളവ് ഒത്തിരി കൂടി പോകരുത്. അപ്പോൾ കുറുക്കിൻ്റെ അളവ് കൂടുകയും കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് അത് അത്രയും കഴിക്കാൻ കുഞ്ഞിന് പറ്റില്ല. അപ്പോൾ നമ്മുടെ ഈ കുറുക്ക് വേസ്റ്റ് ആകും, അതുപോലെ അതിൻ്റെ ഗുണങ്ങളും ഉള്ളിലേക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ വലിയ അളവിൽ ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾക്ക് ഇളം ചൂടോടെ കുറുക്ക് കഴിക്കുന്നതാണ് പൊതുവെ ഇഷ്ടം. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ കുറുക്കിരിക്കുന്ന പാത്രം ഒരു 5 മിനിറ്റൊക്കെ വെച്ചിരുന്നാൽ ഇളം ചൂടായി കിട്ടും. എന്നിട്ട് കൊടുക്കുന്നതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സ്പെഷ്യൽ കുറുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. തലച്ചോറിൻ്റെ വളർച്ച മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ബദാം. ആദ്യ 2 വർഷത്തിലാണ് തലച്ചോറിൻ്റെ വളർച്ച ഏറ്റവും കൂടുതൽ വേഗത്തിൽ നടക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നു, അത് ദഹനത്തിന് നല്ലതാണ്. ഇതിനെല്ലാം ബദാം വളരെ നല്ലതാണ്. എല്ലുകൾ, പല്ലുകൾ ഇതിനൊക്കെ ഗുണം ചെയ്യുന്നുണ്ട്. രാവിലെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ബദാം മിൽക്കോ എങ്ങനെയാണോ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിനായിട്ട് ബദാം തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിനു മുമ്പ് എനിക്ക് വന്ന 1-2 ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ ഡിസ്കസ് ചെയ്യാം. കുഞ്ഞ് ചോറ് ഒട്ടും കഴിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് ചിലർ. അപ്പോൾ അതിൻ്റെ കാരണം ഈ ചോറൂണ് ചടങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ചോറ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ചോറ് കഴിപ്പിച്ച് ശീലിപ്പിക്കാനായിട്ട് വൈകി കഴിഞ്ഞാൽ പിന്നെ അത് സ്വാഭാവികമായിട്ടും കുഞ്ഞ് ആ ശീലത്തിലേക്ക് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ചോറൊക്കെ കൊടുത്ത് ശീലിപ്പിക്കുക. ഖര രൂപത്തിലുള്ള ആഹാരം കൊടുക്കുന്ന സമയത്ത് ചെറിയ അളവിൽ ചോറ് നന്നായിട്ട് വേവിച്ചുടച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ സാധിക്കും. 6 മാസമായ കുഞ്ഞിന് ഒരു 4 തവണകളായിട്ട് ആഹാരം കൊടുക്കുക. ഖര ആഹാരം കഴിക്കുന്നതനുസരിച്ച് എത്ര തവണ കൊടുക്കണമെന്നുള്ളത് തീരുമാനിക്കുക. കുഞ്ഞിനെ നന്നായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശപ്പാവാനുള്ള സമയമായോ എന്ന്. ആ ഒരു സമയത്തിന് ആഹാരം കൊടുക്കുകയാണെങ്കിൽ ആവശ്യത്തിന് കുഞ്ഞ് ഉള്ളിലേക്ക് ആഹാരം കഴിക്കുന്നതാണ്. ഇപ്പോൾ വിശപ്പ് ആയില്ലെങ്കിലാണ് കുഞ്ഞ് കഴിക്കാതിരിക്കുന്നത്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിച്ച് കൊടുക്കുക. ഇനി കുഞ്ഞിന് പെട്ടെന്ന് വെയിറ്റ് കുറയുന്നു അല്ലെങ്കിൽ വെയിറ്റ് മാസങ്ങളായിട്ട് ഒട്ടും കൂടാതെ നിൽക്കുന്നു, കൂടെ മൂത്രം ഒഴിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ തോന്നുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ശിശുരോഗ വിദഗ്ധനെ കാണിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് വെച്ചുകൊണ്ടിരിക്കരുത്. പ്രായത്തിനനുസരിച്ച് തൂക്കം കുഞ്ഞിനില്ലെങ്കിൽ പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ എന്നിവ നന്നായിട്ട് കഴിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരേ ഫ്രൂട്ട്സ് തന്നെ കൊടുക്കാതെ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുഞ്ഞിനൊരു മടുപ്പുണ്ടാവില്ല. ആദ്യത്തെ 1 വർഷം നമ്മൾ ഫുഡ് പലപ്പോഴായിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും. അല്ലാതെ സ്ഥിരം ഒരേ രീതിയിലുള്ള ഫുഡ് തന്നെ കഴിക്കുമെന്ന് ആരും വിചാരിക്കരുത്. ഇനി പലരുടെയും ഒരു പ്രശ്നമാണ് അടുത്ത വീട്ടിൽ ഇതേ പ്രായമുള്ള കുട്ടിക്ക് നല്ല വണ്ണമുണ്ട് അല്ലെങ്കിൽ റിലേറ്റീവിൻ്റെ കുഞ്ഞിന് നല്ല വണ്ണമുണ്ട് എന്ന് കരുതിയിട്ട് അയ്യോ എൻ്റെ കുഞ്ഞിന് വണ്ണം വെക്കുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജനനസമയത്തെ വെയിറ്റ് അനുസരിച്ചാണ് കുഞ്ഞിന് ഓരോ പ്രായത്തിലുമുള്ള വെയിറ്റ് വരുന്നത്. അതായത് 10 മാസമുള്ള കുഞ്ഞിൻ്റെ ജന്മസമയത്തുള്ള വെയിറ്റിനെ അനുസരിച്ചാണ് 10 മാസമാകുമ്പോൾ കുഞ്ഞിനുള്ള വെയിറ്റ് വരുന്നത്. അല്ലാതെ മറ്റൊരു കുട്ടിയുടെ വെയിറ്റുമായിട്ടല്ല നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതായത് ജനനസമയത്തെ വെയിറ്റ്, ഇപ്പോഴത്തെ വെയിറ്റ്, മെയിൽ ഓർ ഫീമെയിൽ, ആ ഒരു കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.